ഹലോ, ഞാൻ മനോജ്, ഐഡിയൽ കൺസ്ട്രക്ഷൻ ഫൗണ്ടറാണ്. വീട് നിർമ്മാണത്തിന് മുമ്പ് കേരളീയരുടെ വലിയൊരു സംശയമാണ്, പുതിയൊരു ഭവനം നിർമ്മിക്കുമ്പോൾ അത് ഡെഡ് മണിയാണോ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ഞങ്ങളുടെ പക്ഷം അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് പുതിയ തലമുറയ്ക്കുള്ള ഒരു നിക്ഷേപമായിട്ടാണ് ഞങ്ങളതിനെ കണക്കാക്കുന്നത്. കാരണം 2000 വർഷത്തിൽ ഒരു പുതിയ വീട് പണിയണമെങ്കിൽ ഒരു 2500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ അന്ന് ആവശ്യമായ തുക എന്ന് പറഞ്ഞത് മാക്സിമം 10 ലക്ഷം രൂപയാണ്. പക്ഷേ ഇപ്പം 26 വർഷങ്ങൾക്ക് ഇപ്പുറം 2026 ഇപ്പം 2500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ വേണ്ട തുക എന്ന് പറഞ്ഞാൽ അത് 50 ലക്ഷം രൂപ തൊട്ട് 75 ലക്ഷം രൂപ വരെ. 25 വർഷം കൊണ്ട് ഇതിൻ്റെ ഒരു ശരാശരി നിരക്ക് 7 ഇരട്ടിയായി കൂടിയിരിക്കുകയാണ്. പക്ഷേ 2000 പണിത വീടിൻ്റെ പ്ലാനിങ്ങും സ്ട്രക്ചറും നല്ലതാണ് എങ്കിൽ 2026 അതിന് ചെറിയ റിനോവേഷൻ വർക്കിലൂടെ 2026 പണിത ഒരു പുതിയ വീടുകളെ ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പുതിയ വീട് പണിയാൻ വരുന്ന പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്പേഷ്യസ് ആയുള്ള ബെഡ്റൂമുകളും ഹൈറ്റും ഡോർസും വിൻഡോസ് എല്ലാം ഇത് നല്ല പ്ലാനോട് കൂടി ഒരു നല്ല ഡിസൈനോട് കൂടി അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 2050 ആകുമ്പോഴും നിങ്ങളുടെ വീടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഒരു നിക്ഷേപം പോലെ 7 ഇരട്ടിയും 10 ഇരട്ടിയും വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് സാധാരണ കൊടുക്കുന്നത് 45 സെൻറ്റിമീറ്ററാണ്. നമ്മളത് എപ്പോഴും 60 സെൻറ്റിമീറ്റർ കൊടുക്കണം. പ്ലിന്ത് ബീം ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 15 സെൻറ്റിമീറ്റർ മണ്ണിനടിയിലേക്ക് അത് താഴ്ന്നു നിൽക്കുകയും അത് പിന്നീട് എന്തെങ്കിലും ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടുവാനും സാധിക്കും. മാത്രമല്ല പ്ലിന്ത് ബീം അടിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതിനടിയിൽ എലികളൊക്കെ കയറി ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിൻ്റെ സൈസാണ്. ഇപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ ബാത്റൂംസ് ഉണ്ടാവും, ഫർണിച്ചറുകൾ എല്ലാം ഉണ്ടാവും. ഇതെല്ലാം പണ്ടത്തെ കാലങ്ങൾ പോലെയല്ല, ഇതിനെല്ലാം സൈസ് കൂടുതലാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കട്ടിലുകൾ പോലും ഇപ്പം 5x6 സൈസാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് 10x12 എന്നുള്ള റൂമിൻ്റെ സൈസുകളൊക്കെ വിട്ടിട്ട് നമുക്കൊരു 14x16 16x16 എന്നുള്ള റൂമുകൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10-25 വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് റിനോവേഷൻ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത് കൂടുതൽ ഉപകാരമാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത് എപ്പോഴും ഒരു 11 അടി തൊട്ട് ഒരു 12 അടി വരെ ഹൈറ്റ് ഉറപ്പായിട്ടും കൊടുക്കണം. ഇതും നമുക്ക് എന്തെങ്കിലും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗപ്പെടും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസാണ്. ഡോർസ് ആൻഡ് വിൻഡോസ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് സാധാരണ 2.10 ലിൻഡിൽ വാർക്കാറ്. അത് 25 വർഷം മുമ്പായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്യുമ്പം മിനിമം 220 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വേണം ഇതിൻ്റെ ലിൻഡിൽ വാർക്കാനായിട്ട്. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്താണ്. ഡോറൊക്കെ നമ്മൾ പണ്ട് കൊടുത്തുകൊണ്ട് 90 സെൻറ്റിമീറ്ററാണ്. അത് ഇനി കൊടുക്കുന്ന സമയത്ത് അത് എന്തായാലും തീർച്ചയായിട്ടും ഒരു അകത്തെ ഡോറ് 1 മീറ്ററും എങ്കിലും കൊടുക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ഡോറാണ്. മെയിൻ ഡോറൊക്കെ നമ്മൾ പണ്ട് 1.20 2.10 അളവിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് ഒരു 2.20 അല്ലെങ്കിൽ ഒരു 1.5 മീറ്റർ വീതി അല്ലെങ്കിൽ 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ വീതി ആ ഒരളവിൽ വേണം മെയിൻ ഡോർ കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2050 കൂടി നിങ്ങളിപ്പം പണിയുന്ന വീട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഒരു നിക്ഷേപം പോലെ അത് മൂല്യമുള്ളതായി ഉയർന്നു വരും. നിങ്ങൾ പുതിയൊരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കാം.